ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ധരിക്കുക എന്നുള്ളത്. ധരിക്കുക എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് എന്താണ്? വിയർ എന്നാണ്. അപ്പോൾ വിയറിന്റെ എല്ലാ ഫോമുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയ രീതിയിലാണ്. വെർബ് മസ്റ്റ് ആണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക. അതിന്റെ സിംഗുലർ സബ്ജക്റ്റില് നമ്മൾ ബേസ് ഫോമിൽ യൂസ് ചെയ്യുന്നത് വിയേഴ്സ്, അല്ലെ? ധരിക്കുന്നു എന്നാണ്. സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി വിയറിന്റെ പാസ്റ്റ് രൂപം, അതായത് V2 എന്ന് പറയുന്നത് വോർ എന്നാണ്. പഠിച്ചു വെക്കേണ്ടതാണ് ഇതൊക്കെ കേട്ടോ. വോർ എന്നാണ്. ധരിച്ചു, ചെരുപ്പ് ധരിച്ചു, ഷർട്ട് ധരിച്ചു, ഷോള് ധരിച്ചു, ചുരിദാർ ധരിച്ചു, യൂണിഫോം ധരിച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ. ഓക്കെ, ഇനി ഇതിന്റെ V3 എന്ന് പറയുന്നത് വോൺ. അപ്പൊ V2 വോർ ആണ്, അതിന്റെ V3 എന്താണ്? വോൺ ആണ്. അപ്പൊ വ്യത്യാസം ഉണ്ടല്ലോ. ചില വെർബുകൾക്ക് V2 ഉം V3 ഒക്കെ ഒരുപോലെ ആയിരിക്കും. ചില വെർബുകൾക്ക് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ റോട്ടില്, ഡ്രിങ്കില്, ഇതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ വിയറിന്റെ V3 എന്ന് പറയുന്നത് വോൺ എന്നാണ്. ഓക്കെ, ധരിച്ചിട്ടുണ്ട്, ഹാവ്, ഹാസ്, ഹാഡ് ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, നമുക്ക് സെന്റൻസ് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ING ഫോം ഇപ്പൊ ഈസ് ആറാമിന്റെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ വിയറിംഗ് ആണ്. ഈസ് വിയറിംഗ്, ആം വിയറിംഗ്, ആവ് വിയറിംഗ് എന്ന് പറയാം. ധരിക്കുകയാണ്, ഷർട്ട് ധരിക്കുകയാണ്, ഞാൻ ഷോള് ധരിക്കുകയാണ്, ഞാൻ യൂണിഫോം ധരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെയാണ് വാസ് വേറിന്റെ കൂടെയും നമ്മൾ വിയറിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിയറിംഗ് ധരിക്കുകയായിരുന്നു. ഞാനൊരു വാച്ച് ധരിക്കുന്നു, അതായത് ഞാനൊരു വാച്ച് കെട്ടുന്നു, ധരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഐ വിയർ എ വാച്ച്, ഐ വിയർ എ വാച്ച്. ഇനി അവൾ വാച്ച് ധരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഷി വിയേഴ്സ് എ വാച്ച് എന്ന് പറയണം. ഓക്കെ, അതാണ് അവിടെ ബേസ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ ഒരു കറുത്ത ഷർട്ട് ധരിച്ചു, ഞാൻ ഇന്നലെ ഒരു കറുത്ത ഷർട്ട് ധരിച്ചു. ഇത് ഇന്നലത്തെ കാര്യമാണല്ലോ. അപ്പം I wore a black shirt yesterday. I wore a black shirt yesterday. ഞാൻ ഇന്നലെ ഒരു കറുത്ത ഷർട്ട് ധരിച്ചു. ഇതിനു വേണ്ടിയാണ് നമ്മൾ wore എന്ന് യൂസ് ചെയ്യുന്നത്. അവൻ ഈ ഷൂ മുമ്പ് ധരിച്ചിട്ടുണ്ട്. സെന്റൻസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അവൻ മുമ്പ് ഈ ഷൂ ധരിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാ? ഇവിടെ ധരിച്ചിട്ടുണ്ട്. അവനാണ് he has worn this shoe before. He has worn this shoe ബിഫോർ. അവൻ മുമ്പ് ഈ ഷൂ ധരിച്ചിട്ടുണ്ട്. ഓക്കെ, അവൾ ഒരു നീല ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്, അല്ലേ? അവൾ ഒരു നീല ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പറയണം. അവൾ, അല്ലെങ്കിൽ അവൾ ഒരു നീല ഡ്രസ്സ് ധരിക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വെർബ് എന്താണ്? വിയർ എന്നുള്ളതാണ്. വളരെ മസ്റ്റ് ആണ്. വിയറിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് വിയർ, വിയേഴ്സ്. V2 എന്ന് പറയുന്നത് വോർ ആണ്. V3 എന്ന് പറയുന്നത് വോൺ എന്നാണ്. ING ഫോമിലോട്ട് വരികയാണെങ്കിൽ വിയറിംഗ് എന്നാണ്. ഈസാറാമിന്റെ കൂടെയും വാസുവേറിന്റെ കൂടെയും ഒക്കെ നമ്മൾ വിയറിംഗ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. വെർബ് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. തൊട്ട് മുമ്പ് ഒരുപാട് വെർബ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വെർബ് മസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പല രൂപങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ഏതിന്റെ കൂടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.